നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും അറിയുന്ന ഒരാൾ നമ്മുടെ അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഇവരോടൊക്കെ നമ്മൾ പോയി പറയും ഒരു ദിവസം ഞാൻ ജയിക്കും, ഞാൻ സക്സസ്ഫുൾ ആവും, എൻ്റെ കയ്യിൽ ബെൻസ് ഉണ്ടാവും, എൻ്റെ കയ്യിൽ ആ വലിയ വീടുണ്ടാവും, എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ഞാനായിരിക്കും ഒരു മില്യണർ, എൻ്റെ കയ്യിൽ കോടികളുണ്ടാവും, എൻ്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ടാവും. ഇങ്ങനത്തെ പല പല സ്വപ്നങ്ങൾ എപ്പോഴും നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരോട് പറയും. അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. എന്നാൽ ഇതേ ആൾക്കാർ ഒരു ദിവസം രാവിലെ എണീക്കാനുള്ള അലാം അടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നേരെ ഫോണിലേക്ക് നോക്കും, സ്നൂസ് ബട്ടൺ നോക്കും, സ്നൂസ് ചെയ്യും, അതേപോലെ കിടന്നുറങ്ങും. ഈ ഉറങ്ങുമ്പോൾ ഇവരെന്താ കാണുന്നത്? ഇതേ സ്വപ്നങ്ങൾ ഇവർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാർ അലാം അടിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുന്നു, അലാം ഓഫ് ചെയ്യുന്നു, എഴുന്നേറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവരിന്നലെ രാത്രി കണ്ട സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി അവർ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. നേരത്തെ പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാർ അതേ സെയിം അലാം ക്ലോക്കിൽ സ്നൂസ് ബട്ടൺ അമർത്തി ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുമ്പോഴും അവർ സ്വപ്നം കാണുന്നുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ വർക്ക് ചെയ്യുന്നത്, ആ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആ അലാം ബട്ടൺ ഓഫ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയവരാണ്. സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല, നമ്മളത് സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. നമുക്കത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് ആ വർക്കിന് തുടക്കം കുറിക്കുന്നത് രാവിലെയാണ്. ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കും. അതിൽ ആദ്യത്തെ കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കം. അവർ കൃത്യമായി കറക്റ്റ് സമയത്ത് ഉറങ്ങിയിരിക്കും, കറക്റ്റ് സമയത്ത് എഴുന്നേറ്റിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് സ്വെറ്റ്, വേർതിരിക്കും, അവർ കഷ്ടപ്പെട്ടിരിക്കും, അവർ വർക്ക് ചെയ്തിരിക്കും. ആൻഡ് തേർഡ് തിങ് ഈസ് ഗ്രൈൻഡ്. അവർക്ക് മതി എന്ന് തോന്നിയാലും മടുപ്പ് തോന്നിയാലും അവർ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് അത് ചെയ്തിരിക്കും. എത്ര മടുപ്പ് തോന്നിയാലും അവരെ തന്നെ സ്വയം പുഷ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കും. കാരണം അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ആ സക്സസ്സിലേക്ക് എത്തുക, അവരുടെ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ ചെയ്ത കാര്യം ഒരു ദിവസം ചെയ്തിട്ടോ 2 ദിവസം ചെയ്തിട്ടോ 3-ാമത്തെ ദിവസം ചെയ്യാതിരുന്നാൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ നമ്മൾ ഈ ഫോളോ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട്, ഈ ഹാർഡ് വർക്ക്, ആ കറക്റ്റ് സ്ലീപ്പ്, നമ്മൾ കഷ്ടപ്പെടാനുള്ള മനസ്സ്, ഇതൊക്കെ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ ഫൈനൽ റിസൾട്ട്, നമ്മുടെ ഗോളിൽ എത്തുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ മടുപ്പ് തോന്നിയിരുന്ന ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഇന്ന് ആ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നും, പക്ഷേ നാളെയും മറ്റന്നാളും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കത് മടുപ്പ് തോന്നില്ല. പിന്നീട് എനിക്കതൊരു പാഷനായി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ സക്സസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ഗ്രേറ്റ്നെസ്. ഓരോ ദിവസവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുക, നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. വർക്കിങ്ങിലൂടെയാണ് നമ്മൾ ആ സക്സസ്സിലേക്കുള്ള ദൂരം കുറച്ച് വരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും, എൻ്റെ മുന്നിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. ആ ചെയ്തിരിക്കും എന്ന മനോഭാവത്തിൽ നിന്ന് ഞാൻ ചെയ്തു എന്ന് പറയുന്ന സെക്കൻഡിൽ നിങ്ങൾ എപ്പോൾ എത്തുന്നു, അവിടെയാണ് നിങ്ങളുടെ വിജയം, അവിടെയാണ് നിങ്ങളുടെ സ്വപ്നം ഒരു റിയാലിറ്റിയായി മാറുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നങ്ങളെ ഒരു കാരണങ്ങളായി കാണാതെ എക്സ്ക്യൂസസിനെയൊക്കെ തട്ടി മാറ്റി റിയാലിറ്റിയിലേക്ക് വരിക. എന്തൊക്കെ വന്നാലും ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ ചെയ്യണം എന്നൊരു കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ദെയർ. നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും, രാവിലെ ഭക്ഷണം കഴിക്കാൻ മറന്നോ? ഇല്ല എന്നുള്ളത്. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മളപ്പോൾ ചിരിച്ച് തള്ളും. എന്താ, നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ ലൈഫിൽ നേരിടേണ്ടി വന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. അത് നമുക്ക് അത്രയ്ക്കും പ്രയോറിറ്റി ഉള്ളതാണെങ്കിൽ, നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരുമ്പോഴാണ് നിങ്ങൾ സക്സസ്സിൽ നിന്നും ദൂരത്തേക്ക് പോകുന്നത്, അകലങ്ങളിലേക്ക് പോകുന്നത്. ഓരോ ദിവസവും വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം. എന്ത് ബാറ്റിൽ വന്നാലും നേരിടാനുള്ള ശക്തിയും കരുത്തും നമുക്ക് വേണം. അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മളത് തിരിച്ചറിയുന്നില്ല. മടി നമ്മളെ അവിടെ നിന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. ആ മടിയെ നിങ്ങൾ ജയിക്കാൻ വിടണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കണോ? ഒരു സിനിമ കാണുമ്പോൾ അതിൽ വില്ലൻ ജയിക്കണമെന്നാണോ ഹീറോ ജയിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളായിരിക്കണം ആ സിനിമയിലെ ഹീറോ. അപ്പോൾ ആ ഹീറോ ജയിക്കണമെങ്കിൽ ഹീറോ തന്നെ മുന്നിട്ടിറങ്ങണം.
വില്ലനെ അവിടെ ജയിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് എന്ത് റോളാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് നിങ്ങളല്ല, മറ്റാരോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സിനിമയിലെ, നിങ്ങളുടെ ലൈഫിലെ ഹീറോ നിങ്ങളായിരിക്കണം. എല്ലാ ദിവസവും കൃത്യസമയത്ത് എഴുന്നേക്കാൻ തീരുമാനിച്ച് നിങ്ങൾ ഞായറാഴ്ച ആയാൽ പറയും, ഓ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് റെസ്റ്റ് ഡേ ആണ്, ഇന്ന് 10 മണി വരെ കിടന്നുറങ്ങാം, ഇന്ന് 11 മണി വരെ കിടന്നുറങ്ങാൻ. എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആവാൻ തീരുമാനിച്ച് നിങ്ങൾ സൺഡേ ആയതുകൊണ്ട്, ഓ ഇന്ന് ഹോളിഡേ അല്ലേ, ഇന്നൊരു മൂവി കാണാമെന്ന് വിചാരിച്ച് മൂവി കണ്ട് സമയം അങ്ങ് കളയാം. ഇങ്ങനെയുള്ളവരാണെങ്കിൽ കുറിച്ചു വെച്ചോ, ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല. സൺഡേ ആയാലും മൺഡേ ആയാലും ട്യൂസ്ഡേ ആയാലും ഏത് ദിവസമായാലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ഞാൻ കൃത്യമായി എല്ലാ ദിവസവും ചെയ്തിരിക്കും. സക്സസ്സിലേക്ക് എത്തുന്നത് വരെ എനിക്ക് റെസ്റ്റില്ല. എൻ്റെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡേ വെൻ ഐ അച്ചീവ് ഓൾ മൈ ഡ്രീംസ്. ആ ദിവസമാണ് എൻ്റെ സക്സസ്ഫുൾ ഡേ എന്ന് പറയുന്നത്. അന്നാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റ്. എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആൻഡ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലോ, നിങ്ങളൊരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ലൈഫിൽ എന്ത് കാര്യത്തിൽ സക്സസ്ഫുൾ ആവാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇതേ ലക്ഷ്യം വെച്ച് മുന്നേറുന്നുണ്ട്. അവർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒരേ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ അതിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവർ, നമ്മളെടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് ആരെടുക്കുന്നുവോ, എഫേർട്ട് കൂടുതൽ എടുക്കുന്നവരായിരിക്കും ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ചുരുക്കം ചിലർ മാത്രം സക്സസ്ഫുൾ ആവുന്നത്. ആ സക്സസ്ഫുൾ ആവുന്ന ചുരുക്കം ചിലരിൽ നിങ്ങൾക്ക് പെടണോ, അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരിൽ നിങ്ങൾക്ക് പെടണോ? അത് നിങ്ങളുടെ കയ്യിലുള്ള ആൻസറാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയം ലോകത്തിൻ്റെ മറ്റേതോ കോണിലിരുന്ന് മറ്റാരൊക്കെയോ ഒരുപാട് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും, ഓരോ മണിക്കൂറിലും, ഓരോ ദിവസവും അവർ നമ്മളെക്കാളും എത്ര മുന്നേറുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കാൻ, നമ്മുടെ എല്ലാ മടിയിൽ നിന്നും മാറ്റിവെക്കാൻ. ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മതി. Never ever stop working when you're tired. Stop working when you're done. All the very best. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.